students, I am Mama teacher. Welcome to Mama teacher physics classroom Inspect Nature in. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പ്ലസ് 2ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലത്തെ ടോപ്പിക് ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് എന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സുകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കുളൂംസ് ലോ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു, അപ്പോൾ അത് കാണുക കേട്ടോ. അപ്പോൾ കുളൂംസ് ലോ തൊട്ടിട്ട് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ദെൻ ഡൂയിങ് സം പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക, നല്ല രീതിയിൽ ഇരിക്കുക. നിങ്ങൾ ഇതിന് ശേഷം ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത്? കുളൂംസ് ലോ. എന്താ കുളൂംസ് ലോ? കുളൂംസ് ലോ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസ് അല്ലേ, Q1 Q2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചാർജസ്, ആൻഡ് ഇഫ് ഇറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r, then the force between the charges F is equal to 1 by 4 pi epsilon 0 Q1 Q2 by r square അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോഴ്സ്. ഈ Q1 Q2ന്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സും Q2 Q1ന്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സും എന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, 1 by 4 pi epsilon 0 Q1 Q2 by r square. പക്ഷെ അതിന്റെ ഡയറക്ഷൻ നോക്കി ഞാൻ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് ഡയറക്ഷൻ ആണ് അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് റിമെയിൻസ് സെയിം. മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇത് വെച്ചുകൊണ്ട് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ട് ചാർജ് മാത്രമേ ഉള്ളൂ അല്ലെ, രണ്ട് Q1 Q2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചാർജ്. Q1 Q2ന്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ്, Q2 Q1ന്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ്, ഇത് മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത് അല്ലെ. ഇനി നമുക്ക് ഒരുപാട് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കും. ഞാനിവിടെ പറയുന്ന ചാർജസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിസ്ക്രീറ്റ് ചാർജസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എണ്ണി എടുക്കാൻ പറ്റും. Q1 Q2 Q3 Q4 എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി എടുക്കാൻ പറ്റുന്ന ഡിസ്ക്രീറ്റ് ചാർജസ് ആണ്. അപ്പൊ ഒരു പ്ലേസിൽ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും. Q1 Q2 Q3 Q4 അങ്ങനെ n ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനില് Q1ന്റെ മേലെ ഈ Q2 Q3 Q4 അങ്ങനെയുള്ള n ചാർജസ് ഉണ്ടാക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ 11th ക്ലാസ്സിലും കേട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ പോലെ തന്നെയാണ് നമ്മളുടെ 12th ക്ലാസ്സിലും ചാർജസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫോഴ്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ 3 ചാർജസ് ആൻഡ് ദെൻ n ചാർജസ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ 3 ചാർജസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. Q1 Q2 Q3 കേട്ടോ. O എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോയിന്റ് ആണ്. ഈ 3 ചാർജസും ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണ്? സ്റ്റാറ്റിക് ചാർജ് ആണ് കേട്ടോ. ചാർജസ് അറ്റ് റെസ്റ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ആൻഡ് Q3. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നിന്നുള്ള പൊസിഷൻ വെക്ടേഴ്സ് വരയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു O to Q2, the position vector is R2. It is R2. Okay, and to Q3 it is R3. O to Q1 it is R1. Okay, then the position vector leading from Q2 to Q1 it is R12. ഇതെന്താണ് R12 എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ലീഡിംഗ് ഫ്രം Q2 ടു Q1. അതുപോലെ തന്നെ ദ പൊസിഷൻ വെക്ടർ ലീഡിംഗ് ഫ്രം Q3 ടു Q1 എന്ന് പറയുന്നത് R13. It is R13. അപ്പൊ ഈ Q1ന്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ രണ്ട് ചാർജ് മാത്രം നിങ്ങൾ ആലോചിക്കുക, ഇത് വേണ്ടാന്ന് വെക്കുക. അപ്പൊ Q2 Q1ന്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഡയറക്ഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. It is F21. Okay, അപ്പൊ അതുപോലെ തന്നെ Q3 Q1
ഉണ്ടാക്കുന്ന വെക്റ്റർ റെപ്രസെന്റേഷൻ ആണ് ഇത് കേട്ടോ. ഏത് F31 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കി രണ്ടും ഡിഫറെന്റ് ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ ഇതിനി പ്രൊസീഡ് ചെയ്യണം? അപ്പൊ ഇത് നോക്കി, ഇത് പാരലോഗ്രാമിന്റെ രണ്ട് സൈഡുകളാണ്. അപ്പൊ നമ്മള് 11th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത് അല്ലെ, പാരലോഗ്രാം, ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ഈ രണ്ട് ഫോഴ്സിന്റെയും വെക്റ്റർ അഡീഷൻ എടുക്കണം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യാം? സൂപ്പർ പൊസിഷൻ, അക്കോർഡിംഗ് ടു ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, the force on a charge due to other charges is the vector addition of all other charges. കേട്ടോ? അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും വെക്റ്റർ അഡീഷൻ ആണ് പറയുന്നത്. കേട്ടല്ലോ? അപ്പൊ ഇൻഡിവിജ്വൽ ചാർജസിലുള്ള ഫോഴ്സസിനെ അൺഎഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. കേട്ടോ? അപ്പൊ ഇതിന്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ്, ഇതിന്റെ മേലെ ഉണ്ടാക്കുന്ന ഇതെല്ലാം എന്താണ്? അൺഅഫക്റ്റഡ് ആണ്. കേട്ടോ? അപ്പൊ അങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളില് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം ഇനി? പാരലോഗ്രാം, ലോ ഓഫ് വെക്റ്റർ അഡീഷൻ യൂസ് ചെയ്യണം. അതെന്താന്ന് ഓർമ്മയുണ്ടോ? അതെങ്ങനെയാണ്? അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? പറഞ്ഞു നോക്കിയേ. നമ്മൾ ഇതാണ് ബി vector and it is a vector and here the angle theta. Then according to the parallelogram law of vector addition, it is a square plus b square plus 2ab cos theta. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതെല്ലാം മാഗ്നിറ്റ്യൂഡുകളാണ് കേട്ടോ. മാഗ്നിറ്റ്യൂഡുകളാണ്, എയുടെ ബിയുടെ ഒക്കെ മാഗ്നിറ്റ്യൂഡുകളാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ വരിക? the force on charge Q1 equal to, it is root of F21 square plus F31 square plus 2 F21 F31 cos theta, where theta is the angle between these two forces. മനസ്സിലായല്ലോ? അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും വെക്റ്റർ അഡീഷൻ. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? F21 വെക്റ്റർ F21 പ്ലസ് വെക്റ്റർ F31. അപ്പൊ അതിന്റെ വാല്യൂസ് ഒക്കെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? എന്താണ്? 1/4πε0 Q2 Q1 ഡിവൈഡഡ് ബൈ ഏതാ പൊസിഷൻ വെക്റ്റർ പറഞ്ഞിരിക്കുന്നത്? R12 സ്ക്വയർ പ്ലസ് 1/4πε0 Q3 Q1 divided by R13 സ്ക്വയർ. ഇനി അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. R13 യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ 3 ചാർജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചാർജ് ഉണ്ടെങ്കിൽ എന്താ വരിക? രണ്ട് ചാർജസ് നമ്മൾ എടുക്കുക, അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് നോക്കുക, പാരലോഗ്രാം ലോ വെക്റ്റർ അഡീഷൻ വെച്ചിട്ട്, എന്നിട്ട് എല്ലാം കൂടെ സം ചെയ്യും. അപ്പൊ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പ്ലസ് 1/4πε0 എങ്ങനെ എഴുതാൻ പറ്റും? 1/4πε0 Q4 Q1 ഡിവൈഡഡ് ബൈ R14 യൂണിറ്റ് വെക്റ്റർ R14 പ്ലസ് എക്സെട്ര ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ ഒരു രീതി വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ഇത് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കേട്ടല്ലോ? അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസിനാണെങ്കിലും ബോർഡ് എക്സാംസിനാണെങ്കിലും ഇത് ആദ്യം ഒരു ബേസിക് മനസ്സിലായാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? ഓക്കെ, നിങ്ങൾ ഇവിടെ ഞാനൊരു പ്രോബ്ലം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ നോക്കൂ. കൺസിഡർ 3 ചാർജസ് Q1 Q2 Q3 ആൻഡ് ഈച്ച് ഓഫ് magnitude is equal to Q at the vertices of an equilateral triangle of side L. What is the force on charge Q placed at the centroid of the triangle? അല്ല, മനസ്സിലായോ? 3 ചാർജ് Q1 Q2 Q3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ചാർജ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് Q. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതിന്റെ സൈഡ് L ആണ്, അതിന്റെ വെർട്ടിസസിലാണ് ഈ 3 ചാർജും വെച്ചിരിക്കുന്നത്.
പിന്നെ ക്യൂ എന്ന് പറയുന്നത് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലാണ് വെക്കുന്നത്. അപ്പൊ സെൻട്രോയിഡ് എന്താന്ന് അറിയണം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം അത് എങ്ങനെ ഇരിക്കണേ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിചാരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിള് ഇവിടെ Q1 Q2 Q3 എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ്, സൈഡ് L. നമുക്ക് എങ്ങനെയാ സെൻട്രോയിഡ് വരയ്ക്കാം? ഇതിന്റെ സെന്ററിലേക്ക് അല്ലെ, ഇതിന്റെ സെന്ററിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഇവിടുന്ന് വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് അതുപോലെ തന്നെ വരയ്ക്കാം. ഈ മീറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലാണ് Q എന്ന് പറയുന്ന ചാർജ് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ക്യൂയില് ഈ Q1 Q2 Q3 ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കേസസ് നമുക്ക് നോക്കാം. Q2 Q1 മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ് F2 ആണെന്ന് ഞാൻ എഴുതുന്നു. അതുപോലെ Q3 ക്യൂയിലേക്ക് ഉണ്ടാക്കുന്ന ഫോഴ്സ് F3, ഇവിടെയാണ് ഉണ്ടാക്കുന്നത് F1 എന്ന് എഴുതുന്നു. പക്ഷെ നോക്കി, ഈ മൂന്നെണ്ണം ഡിഫറെന്റ് ഡയറക്ഷനിലേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ? വെക്ടർ അഡീഷൻ. ഇതെല്ലാം വെക്ടേഴ്സ് ആണ്, ഫോഴ്സ് ആണല്ലോ, വെക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ വെക്ടേഴ്സ് എല്ലാം നമ്മൾ ഏത് രീതിയിൽ ആഡ് ചെയ്യണം എന്നാ പറഞ്ഞത് നേരത്തെ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നുള്ളത് വെച്ചിട്ട് ആഡ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം അറിയണം. ഇപ്പൊ ഇത് ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഇത് എന്താ പറഞ്ഞത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ എത്ര വരുന്നത്? ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 30 30 30 30 30 30 എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇതിന്റെ സെന്റർ നോക്കി, ഇവിടെ 1 1 2 3 4 5 6 സെക്ഷൻ ആയിട്ടാണ്, ഈക്വൽ സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 60 ആയിരിക്കും, ഈ ആംഗിൾ 60 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയണം കേട്ടോ. അപ്പൊ ഇത് ലെങ്ത് L. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ? ബൈ സിമെട്രി ദ ലെങ്ത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എത്രയായിരിക്കും അറിയോ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 2/3 ആയിട്ടാണ് വരിക. ഈ ലെങ്ത്തിന്റെ 2/3. ഇവിടെയാണെങ്കിൽ 1/3 ഓഫ് ദിസ് ലെങ്ത്. നമുക്ക് ഇതിനൊരു നെയിം ഒക്കെ കൊടുക്കാം. ABC, ഈ സെന്റർ O, ഇവിടെ D കണ്ട. BD എന്ന് പറയുന്നതിന്റെ BD എന്ന് പറഞ്ഞ ലെങ്ത്തിന്റെ 2/3, അതുപോലെ BD എന്ന് പറഞ്ഞ ലെങ്ത്തിന്റെ 1/3 ആണ്. BD എന്ന് പറഞ്ഞ ലെങ്ത്തിന്റെ 2/3, BD എന്ന് പറഞ്ഞ ഈ ലെങ്ത്, അതിന്റെ 1/3 ഈ ഭാഗത്ത്. അപ്പൊ നമുക്ക് ഈ ലെങ്ത് എത്രയാന്ന് ആദ്യം കണ്ടുപിടിക്കണം. BD എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഏത് ട്രയാങ്കിൾ BDC എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ എടുക്കുക. ആ ട്രയാങ്കിളിൽ ഈ ഒരു ഭാഗം അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഈ ട്രയാങ്കിൾ നോക്കിയേ, ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇത് B, ഇത് D, ഇത് C, ഇത് L. ഇതിന്റെ ഹാഫ് പോർഷൻ ആണ്, L/2 എന്ന് വരും അല്ലെ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് പൈതഗോറസ് തിയറം വെച്ചിട്ട് L² - L/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക? √3/2 L കേട്ടോ. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് √3/2 L എന്ന് വരും. ഈ √3/2 L എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, അതിന്റെ 2/3 ആണ് ഈ ഒരു ഭാഗം. അത് സെയിം. ഇപ്പൊ ബൈ സിമെട്രി BO = OC = OA. ഈ മൂന്നെണ്ണം സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, BO = OC = AO = എന്താ വന്നിരിക്കുന്നത്? √3/2 × L. ഈ ലെങ്ത് അതിന്റെ 2/3 × 2/3. മനസ്സിലായല്ലോ? അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 2 ക്യാൻസൽ ചെയ്തുമ്പോൾ √3 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് L/√3 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ലെങ്ത് BOയും OCയും AOയും എത്രയാ വരുന്നത്? L/√3 എന്നാണ് ആൻസർ വരുന്നത് കേട്ടല്ലോ. ഇനി നമ്മള് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഈ F1ഉം F2ഉം F3 ഒക്കെ എന്താന്ന് നോക്കാം. F1 = ഇതെല്ലാം സെയിം ചാർജസ് ആയതുകൊണ്ട് ഇതെല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ F1 = F2 = F എന്ന് എഴുതുന്നു. ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്
1/4πε0 ശരിക്കും എന്താണ് QQ ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത് L/√3 ഹോൾ സ്ക്വയർ. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഈ ഇത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഈസി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് എഫ് തന്നെ, അപ്പൊ ഇത് തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത് ഈ F3 എന്ന് പറയുന്നത്. F1ഉം F2ഉം F3ഉം എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. F3ഉം സെയിം തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് ചെയ്യേണ്ടത് F3ഉം F2ഉം ആണ്, അല്ലെങ്കിൽ F2ഉം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എടുക്കുന്നത് F3ഉം F2ഉം വെച്ചിട്ടാണ് ആദ്യം പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടിരിക്കും, അതിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടിരിക്കും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കേട്ടോ. ഞാൻ അത് എഴുതുന്നു F23 എന്ന്, അതായത് ഇത് രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് വെക്ടർ ആണ് F23. ആ F23 എത്രയാണെന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. F23 ഈക്വൽ ടു റൂട്ട് ഓഫ് ഞാൻ എന്ത് എഴുതിക്കണം, എല്ലാം F എന്ന് എഴുതിക്കണം. അപ്പൊ F² പ്ലസ് F² പ്ലസ് 2F² കോസ് എത്ര, ഈ ആംഗിൾ എത്രയാ 120 ആണ് വന്നിരിക്കുന്നത് അല്ലെ, കോസ് 120. അപ്പൊ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഒരു കൺഫ്യൂസിങ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ആംഗിൾസ് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഇട്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കോസ് 120 എന്താന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അപ്പൊ കോസ് 120 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ മൈനസ് ആണ് വന്നിരിക്കുന്നത്. 1/2 മൈനസ് 1/2 എന്നാണ് കോസ് 120 കേട്ടോ. അപ്പൊ ഈക്വൽ ടു റൂട്ട് ഓഫ് F² പ്ലസ് F² പ്ലസ് 2F² ഇൻറ്റു മൈനസ് 1/2. അപ്പൊ F1/2 ഈ 2 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരു മൈനസ് വാല്യൂ ഉണ്ട്, അപ്പൊ ഇവിടെ മൈനസ് വരും. ഈ F2ഉം F² ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് റിമൈനിങ് ആയിട്ട് F² മാത്രം വരും. അതിന്റെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ F എന്ന് വരും. നോക്കിയേ, അതായത് നമുക്ക് കിട്ടിയ എന്താണ് F23 എന്ന് പറയുന്നത്. ഈ F23 എന്ന് പറയുന്നതും F തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ F1 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, F തന്നെയാണ് അല്ലെ. അപ്പൊ F1 ഈക്വൽ ടു F23 അല്ലെ. നമുക്ക് കിട്ടിയ റിസൾട്ട് F1 ഈക്വൽ ടു F23. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴത്തേക്ക് വരികയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ Q is equal to 0 ആണ് വരുന്നത്. അതായത് 3 ചാർജ്. ഇപ്പൊ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഉത്തരം എന്ത് തന്നെയാണ്, 0. അപ്പൊ ഈ കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കണം. എന്തൊക്കെയാ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ഈ വെർട്ടീസസിൽ വെച്ചിരിക്കുന്ന 3 ചാർജസും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡിൽ ഏത് മാഗ്നിറ്റ്യൂഡുള്ള ചാർജ് വെച്ചാലും എന്ത് തന്നെയാണ്, the resultant force acting on that charge due to all other charges it is equal to 0. മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വീഡിയോ കണ്ട ശേഷം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. വീണ്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടല്ലോ. അപ്പൊ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ പ്ലീസ് പ്രസ് ദ ബെൽ ബട്ടൺ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇവിടെ വെക്ടേഴ്സ് ചിലവർക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നത് വെക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് വെക്ടർ ആയിട്ട് ചെയ്യാന്നൊക്കെ ഉള്ളതിന്റെ ഒരു വീഡിയോ ഇടുക. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക. ആൻഡ് സീ ഓൺ അനദർ സെക്ഷൻ. ബൈ.